ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, 217 പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഗസയിലാണെന്ന്. അല്ല, ഇത് ഇറാനിലാണ്. പക്ഷെ ആരും മിണ്ടുന്നില്ല. ഇപ്പോ ഗസയിലൊക്കെ ആ ഒരു വലിയ കൂട്ടക്കൊലയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ മെഴുതിരി പ്രതിഷേധം, മറ്റേ തുണിയൊക്കെ എടുത്ത് കഴുത്തി ചുറ്റിക്കൊണ്ട് മറ്റേ പേര് വായിക്കല്, മെഴുതിരി കത്തിക്കല്, പന്തം കൊളുത്തി ഇറങ്ങല്, ഭയങ്കര സംഭവമൊക്കെ അല്ലേ. പക്ഷെ 217 മനുഷ്യരെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഈ ഈ ഇറാൻ ഖമേനിക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ, അയത്തുള്ള ഖമേനി അയാൾക്ക് നേരെയുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ. സാമ്പത്തികമായിട്ടുള്ള തകർച്ച, ഉയർന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ഇതിനൊക്കെ എതിരെയാണ് അവിടെയുള്ള ജനങ്ങൾ ഇറങ്ങുന്നത്. അവർക്ക് പറയാൻ അവർക്ക് ഒരുപാട് ന്യായങ്ങളൊക്കെ ഉണ്ട്. ഖമേനിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ പക്ക ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഭരണമാണ്. അപ്പൊ ഖമേനിയുടെ ഭരണം അവിടെ നിന്ന് താഴെ ഇറക്കി അവിടെ ഒരു പുതിയ ഭരണം കൊണ്ടുവരണം. ആ പുതിയ ഭരണം കൊണ്ടുവരാനായിട്ട് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അതിനകത്ത് ഒരുപാട് താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത 72 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അവിടേക്ക് പറന്നെത്തുമോ എന്നുള്ളതാണ് ചോദ്യം. പാശ്ചാത്യ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് 72 മണിക്കൂർ കഠിനമാണ് എന്നുള്ളതാണ്. അപ്പൊ ട്രംപ് പറയുന്നത് സ്വാതന്ത്ര്യം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷെ എന്റെ ചോദ്യം എന്താ അറിയോ? എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇറാനിൽ ഈ പ്രക്ഷോഭം നടക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പൊ കേരളത്തിലെ സുഡാപ്പികളെ നമുക്ക് വിടാം. കാരണം അവർ ഇറാനിൽ ഖമേനിയുടെ കൂടെയാണ്. കാരണം അവർക്ക് ഈ ഖമേനി നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഹിജാബ് ധരിക്കാത്ത പെണ്ണുങ്ങളെയൊക്കെ ഖമേനി അവിടെ പച്ചയ്ക്ക് പിടിച്ച് ചുട്ടരിക്കുമല്ലോ. കാരണം അവരൊക്കെ പച്ചയ്ക്ക് പിടിച്ച് കത്തിച്ച് കളയും ഈ ഖമേനി. പക്ഷേ ഖമേനിയുടെ ബന്ധുക്കൾക്കൊക്കെ ഹിജാബ് ധരിക്കാതെ ഇറങ്ങും. അതൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ ഇടയ്ക്ക് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നില്ലോ. അപ്പൊ അങ്ങനെയാണ്. ഈ കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എന്നാണ് ഖമേനി പറയുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ഭയങ്കര അട്രോസിറ്റി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഖമേനി എന്ന് പറയുന്നത്. അപ്പൊ അയാളെ താഴെ ഇറക്കാനാണ് അവിടെയുള്ള ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നമ്മുടെ നാട്ടിലെ സുഡാപ്പികളുടെ കൂടെയാണ് ചേട്ടാ. പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എന്താ അറിയോ? കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോ അവിടെ ഖമേനിയെ താഴെ ഇറക്കി അവിടെ പുതിയൊരു ഭരണം വരുമ്പോൾ അവിടെ വരാൻ പോകുന്നത് അമേരിക്കയുടെ ഒരു പാവ സർക്കാരാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കിയാൽ പോലെ. ഇപ്പൊ ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഒരു പാവ സർക്കാർ വന്നതിന്റെ ഗതികേട് നമ്മൾ അനുഭവിക്കുകയാണ്. ഇന്നും ഒരു ഹിന്ദുവിനെ അവിടെ കൊന്നു, വിഷം കൊടുത്തു കൊന്നു, അയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വിഷം കുടിപ്പിച്ചു കൊന്നു അയാളെ. ഇപ്പോ ഈ ഇറാനിലാണെങ്കിൽ ഈ ഖമേനിയെ താഴെ ഇറക്കി, ഖമേനി അവിടെ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, അത് അവരുടെ രാജ്യത്തിന്റെ കാര്യമാണ്. അപ്പോ അയാൾ അവിടെ താഴെ ഇറങ്ങി. ഇപ്പൊ അമേരിക്കൻ സർക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രത്യാഘാതം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇറാനിൽ നിന്നും നമുക്ക് എണ്ണ മേടിക്കാം, എണ്ണ മേടിക്കുന്നുണ്ട്, നമ്മൾ അവരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, അവർ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമാണ്, നമുക്ക് എണ്ണ കിട്ടിയാൽ പോരെ, നമുക്ക് അവരുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചബഹർ തുറമുഖം അത് ഏത് രീതിയിൽ പിന്നെ മാറും എന്നുള്ള കാര്യത്തിൽ അമേരിക്കയാണ് അവിടെ ഭരിക്കാൻ പറ്റുന്നത്. നമ്മൾ അമേരിക്ക തമ്മിൽ നല്ല ടേംസിലല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക്. ആ കടലിടുക്കിൽ അമേരിക്ക ഒന്ന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 60 മുതൽ 70% വരെ എണ്ണ വ്യാപാരം അതുവഴിയാണ് നടക്കുന്നത്. എങ്ങനെയാണോ അക്കിലസ് ഹീൽ, അതായത് അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ മലാക്ക കടലിടുക്ക്, ചൈനയുടെ അക്കിലസ് ഹീൽ എന്നാണ് പറയുന്നത്. ആ മലാക്ക കടലിടുക്കിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ ചൈനയ്ക്ക് ശ്വാസം മുട്ടും. അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാനിൽ കിടക്കുന്ന അതിന് കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ നമുക്ക് ശ്വാസം മുട്ടും. അമേരിക്കൻ ഭരണം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് അവർ കുത്തിപ്പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുത്തിപ്പിടിക്കില്ല നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ പറയും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിലെ ആൾക്കാരോടൊപ്പം ഐക്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ബലൂചിസ്ഥാനിൽ ഓൾറെഡി അമേരിക്ക ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ കാല് വെട്ടുമെന്നാണ് ബലൂചിസ്ഥാനിലെ ആൾക്കാർ പറയുന്നത്. അപ്പൊ ബലൂചിസ്ഥാനിൽ ബാക്ക് ഡോർ വഴി ഇവർക്ക് പ്രവേശിക്കാനുള്ള വലിയ ഒരു മാർഗമായി ഇറാനെ അവർ യൂസ് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഈ അമേരിക്കയുടെ ഭരണം വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മളും റഷ്യയും ചൈനയും എല്ലാം അവിടെ പാകിസ്ഥാനകത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ നിന്നൊരു റൂട്ട് നേരെ ചബഹർ വന്ന് ബന്ധപ്പെടുന്നുണ്ട് റഷ്യയിൽ നിന്ന് കറക്റ്റായിട്ട്. ആ റൂട്ടിനൊരു വലിയ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് അവിടെ കിടക്കുന്നു. ഖമേനിയുടെ ഭരണം പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അവതാളത്തിലാവും. ഈ അമേരിക്ക അവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഏത് തരത്തിലായിരിക്കും നമുക്കിത്
ഡീൽ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഭയമുണ്ട്. അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പക്ഷേ ഖമേനിയുടെ ഭരണം അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ അത് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് പോകണ്ട, അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഗുണകരമല്ലേ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് തോന്നുന്നത്? എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലപാട് ഉണ്ട് ഈ ഇറാൻ വിഷയത്തിൽ. നമ്മളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ പൗരന്മാരോട്, നമ്മുടെ ഇറാനിലുള്ള നമ്മുടെ പൗരന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടുത്തെ ഭരണകൂടം എന്താണോ പറയുന്നത് അതുപോലെ കേൾക്കണം, ജാഗ്രത പാലിക്കണം. അതുപോലെ അവർ മുന്നറിയിപ്പ് കൊടുക്കും. ഈ ഭരണകൂടം അവിടെ ശരിക്കും ഇന്റർനെറ്റൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ മുന്നറിയിപ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തന്നെയല്ല, ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് തന്നെ നമ്മുടെ ന്യൂസ് ചാനലിൽ നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി, അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇറാനിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ്. കാരണം നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കാരണം അതൊരു ധനുഷ് പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണ്. അവിടെ ആര് ഭരിക്കണം, ഖമേനി ഭരിക്കണോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭരിക്കണോ എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ചാനലിന്റെ ചർച്ച ചിലതെങ്കിലും കാണുന്ന ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നും നമ്മളൊരു മുസ്ലിം വിരോധികളാണോ എന്ന് തോന്നുന്നു. ഒരിക്കലുമല്ല. കാരണം നമുക്ക് അങ്ങനെ മുസ്ലിം വിരോധികളോ ഇല്ല, ക്രിസ്ത്യൻ വിരോധമോ ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ പോളിസിക്കൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ട്രംപിനോടോ ഇനിയിപ്പോ ട്രംപ് നാളെ നിലപാടുകൾ മാറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പം നിൽക്കും. അത് സ്വാഭാവികം മാത്രം. അതിലിപ്പോ താരിഫൊക്കെ എടുത്ത് കളഞ്ഞ. അതേപോലെ ഇറാനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഭീകരവാദത്തോട് നമുക്ക് വിരോധമുണ്ട്. ISIS ആയാലും മറ്റ് ഭീകരവാദികളോട് നമുക്ക് നമ്മുടെ ശത്രുഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് മുസ്ലിം എല്ലാവരും അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം നമ്മുടെ ശത്രുവാണെന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ല. ഇറാനെ സംബന്ധിച്ച് ധനുഷ് പറഞ്ഞതിന്റെ ഒരു ആശങ്ക വളരെ ശക്തമാണ്. അത് ഇന്ത്യക്കും ആ ആശങ്ക ഇല്ലാതില്ല. കാരണം പക്ഷെ ഇവരുടെ ഒന്നും അവിടെ സംഭവിക്കില്ല. ഞാൻ മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന പോലെ ഇറാനെ അമേരിക്കയ്ക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ കീഴ്പ്പെടുത്തണമായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് പണ്ടേക്ക് കീഴ്പ്പെടുത്താമായിരുന്നു. പക്ഷെ അമേരിക്ക ഇറാനോട് അവരെങ്ങനെയാണ് ഇറാനെ അവർ കീഴ്പ്പെടുത്താൻ ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കേണ്ട സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിച്ചത് എങ്ങനെയാണെന്നറിയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്ക എന്നൊരു രാജ്യം സാമ്പത്തികപരമായിട്ട് ഒരു രാജ്യത്തെ ഞെക്കി അവരുടെ സത്ത് മുഴുവൻ ഊറ്റിക്കളഞ്ഞ ആ ജഡാവസ്ഥയിൽ വരുമ്പോൾ പിടിക്കൂ പറയുന്നത് ഈ ഉപരോധങ്ങളായിരുന്നു. ഇറാന് പുതിയ ഉപരോധമല്ല, പണ്ട് പുരാതന കാലം തൊട്ട് ഉപരോധം വന്ന് ഇതുങ്ങൾക്ക് എണ്ണ കൊടുക്കാൻ കയറ്റി അയക്കാൻ പറ്റില്ല, മറ്റു രാജ്യങ്ങളുമായിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെ ഉപരോധം വന്ന് വളരെയധികം സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കയറി മേയാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ വന്നു. പക്ഷെ ഇറാൻ എന്ന് പറയുന്നത് ഈ മധ്യ ഏഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. അവിടെ ചൈനയ്ക്ക് അവരുടേതായ താല്പര്യമുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യമുണ്ട്, റഷ്യക്ക് താല്പര്യമുണ്ട്, അഫ്ഗാനിസ്ഥാന് താല്പര്യമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഇടമാണ് ഇറാൻ. ഇപ്പൊ ഈ തകർന്നതും ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അവിടുത്തെ ഭരണാധികാരികൾക്ക് തന്നെയാണ്, ഖമേനിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളായിരുന്നു. കാരണം ഒരു രാഷ്ട്രത്തലവനായിട്ടിരിക്കുമ്പോൾ നമ്മൾ പോളിസികളിൽ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലാതെ കടംപിടുത്തവും പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു രാജ്യം നയിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരു കിം ജോങ് ഉന്നോയെ പോലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ രാജ്യം തകർന്നു പോകും. കാരണം നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചയുണ്ട്. ഒരു ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് ചൈന. പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൂടെയാണ് അവരുടെ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നര മുതലാളിത്തത്തെ സമ്പദ് വ്യവസ്ഥയെ കൂടെയല്ലേ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ നമുക്കറിയാം സൗദി അറേബ്യ പോലെയുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു. അവിടെ ചില ഏരിയകളിലൊക്കെ ബാറുകൾ തുറക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ സിനിമാ ശാലകൾ തുറന്നു. അങ്ങനെയൊക്കെ അവരൊരു വലിയ പ്രോഗ്രസീവ് ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നീങ്ങുമ്പോൾ ഇറാൻ പോലൊരു രാജ്യം ഇപ്പോഴും ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ തന്നെ തളച്ചിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പുറമേ കാണുന്ന വിഷയം. ഇതാണ് അതിന്റെ ഒരു വിഷയം. എനിക്ക് തോന്നുന്നത് ഈ കടുത്ത മതനിയമങ്ങൾ ഇറാനിൽ ഈ ഖമേനി കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം ഖമേനിക്കെതിരെ ആരും ഒന്നും പറയരുത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മത നിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പ അടിച്ചുകൊണ്ട് ഇവരെ ജയിലിൽ അടയ്ക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യുക. അത് തന്നെയാണ് ഈ പാകിസ്ഥാനിലും ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ലോകത്ത് മുഴുവൻ ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും മതനിന്ദ എന്ന് പറയും. ഇതാണ് അതിനകത്ത് ഒരു കാര്യം. അതിനു വേണ്ടിയിട്ട് ഖമേനി കൊണ്ടിരുന്നതാണ് ഈ സാധനം. പക്ഷെ അവിടുത്തെ ഒരു സംഭവം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഖമേനിയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യമാണ്. അത് ഇല്ലാതാക്കുകയോ അവരെ സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് അത് അവരുടേതായ ഒരു കാര്യം മാത്രം. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ടൊരു നിലപാട് പറയാൻ സാധിക്കില്ല. കാരണം അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പോൾ പുറമേ നിന്നൊരാൾ ഖമേനിയെ കൊല്ലുന്നതിനകത്ത് നമുക്ക് അപലപിക്കാനേ കഴിയൂ, അതല്ലാതെ അത് തടുത്തു നിർത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഇതിനകത്ത് പ്രശ്നമുണ്ട് ധനുഷ്. ഇതിനകത്ത് ഈ വെനുസുല പോലല്ല. നമ്മളെല്ലാവരും ചോദിച്ചില്ലേ റഷ്യ എവിടെ പോയി വെനുസുലയുടെ കയറിച്ചില്ലെന്ന്. കാരണം മഡൂറോയെ കൈയും കാലും ഒക്കെ കൊടുത്തോണ്ടിരുന്നല്ലേ പുടിൻ. പക്ഷെ ഈ ഇറാൻ അതുപോലത്തെ രാജ്യമല്ല. ഇവർക്ക് യുദ്ധ സഹകരണമുള്ള രാജ്യമാണ് റഷ്യയുമായിട്ട്.
ഒന്നത്. ഉം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ അടുത്ത കാലത്ത് വാർത്ത നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിരുന്നതാണ്. ഇറാനിൽ നിന്നാണ് ഡ്രോണുകൾ ഉക്രൈൻ വാറിലേക്ക് റഷ്യക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അവരും ഉം. ഡ്രോൺ കൊടുക്കുന്നുണ്ട്. ഇറാൻ ഡ്രോൺ കൊടുക്കുന്നുണ്ട് റഷ്യക്ക്, മിസൈലുകളും ഉം. ഡ്രോണുകളും ഒക്കെ. ഞാൻ പറഞ്ഞില്ല, റഷ്യ അവരുടെ ഒറിജിനൽ ആയുധങ്ങളൊന്നും പുറത്തെടുത്തിട്ടില്ല. പകരം അവരുടെ സാങ്കേതിക വിദ്യയിൽ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തര കൊറിയയിലും ഇറാനിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആയുധങ്ങൾ എടുത്തിട്ടാണ് അവരിപ്പോൾ ചെയ്യുന്നത്. ഡ്രോണുകളെല്ലാം ഉം. അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ സ്വാഭാവികമായി തന്നെ തിരിച്ചും അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണല്ലോ റഷ്യ. പിന്നെ ചൈനയെ അതെ. സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ. അതിനെ കൈവിട്ട് കളയാൻ ഉം. അവർ ഒരുക്കമല്ല. കാരണം അവർക്ക് ഈ ചുറ്റിവളഞ്ഞ് എണ്ണ വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് ഇറാനിൽ നിന്ന് അവർ എണ്ണ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരും ഇതിനകത്ത് ഉം. പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് തന്നെ ഇറാൻ ഒപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്കും ഇത് മുൻപോട്ട് കൊണ്ടുപോയി. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വരുന്നതിന് അവരും തയ്യാറെടുക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് $100 ബില്യൺ മുകളിൽ മുതൽ മുടക്കി കഴിഞ്ഞു. ചബാർ തുറമുഖമുണ്ട്, റെയിൽവേയുടെ പദ്ധതികളുണ്ട്, അനവധി പദ്ധതികളുണ്ട്. നമുക്കും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇവിടെ ഇന്ന് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കരയുദ്ധത്തിന് ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഇറാനിൽ നിന്ന്. കരയുദ്ധം നടത്താൻ പറ്റില്ല അമേരിക്കയ്ക്ക്. കരയുദ്ധം ഇറാനിൽ നടക്കാൻ, ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല, വളരെ വലിയ രാജ്യമാണ്. അത് മാത്രവുമല്ല, അവിടുത്തെ സേനാ വിഭാഗങ്ങൾ സാധാരണ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരസേന, വ്യോമസേന, നാവികസേന, പിന്നെ അതിനകത്തുള്ള വിങ്ങുകൾ കൊണ്ട് തീരുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇസ്ലാമിക സേന തന്നെയുണ്ട് ഖമേനിക്ക് വേണ്ടിയിട്ടുള്ളത്. ആ സേന ഏതാണെന്ന് വെച്ചാൽ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡാണ് അവരുടെ പ്രധാനപ്പെട്ട സേന. അതിന്റെ തലവൻ ഖമേനിയാണ്. നമ്മൾ ഇത് നമ്മുടെ പ്രസിഡന്റുമായിട്ട് ചിലപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യും, ദ്രൗപദി മുർമുവായിട്ട്. നമ്മുടെ സേനയുടെ തലപ്പത്താര നമ്മുടെ രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ ഉത്തരവ് ഇങ്ങനെയൊക്കെ നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. രാഷ്ട്രപതി എങ്ങനെയാണ് ഉത്തരവ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ്. മറ്റേത് അങ്ങനെയല്ല. ഇത് പുള്ളിയുടെ സ്വന്തം സേന പോലെയാണിത്. അതായത് പുള്ളി അതിന്റെ ഒരു സുപ്രീം പവർ ആയിട്ട് കാണുന്നത്. ഇനി ഇതിനകത്ത് തന്നെ കോട്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. അത് ഈ ഭീകരന്മാരും ഒക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സൈനിക വിഭാഗമുണ്ട്. ഇത് കൂടാതെ മറ്റ് അനവധി ചെറിയ സൈനിക വിഭാഗമുണ്ട് ഇവർക്ക്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്ന ചില സംഘടനകളുണ്ട്. ഇപ്പൊ തലപൊക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവരുണ്ട് ഇതിനകത്ത്. അങ്ങനെ പല ഒരു വ്യത്യസ്തമായിട്ട്, അതായത് നമ്മളിപ്പോ ഇതിനെ ഒരു ഏകശിലായുള്ള ഒരു മതരാഷ്ട്രമായിട്ട് ഒരിക്കലും ഇറാനെ കാണാൻ കഴിയില്ല. ഇവരിലെല്ലാം പല വിങ്ങുകളാണ്. അപ്പം ഇവർക്കൊക്കെ പ്രത്യേകിച്ച് താല്പര്യങ്ങളുമുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പൊ ഈ പ്രക്ഷോഭകരെ സഹായിക്കാൻ വാക്ക് കൊടുത്തു പോയല്ലോ ട്രംപ്. അതുകൊണ്ട് അദ്ദേഹം വന്ന് പിന്നെ ഒരു വ്യോമാക്രമണം നടത്താൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ നടത്തുകയും ഖമേനി കൊല്ലപ്പെട്ട് ഈ സമയം നോക്കി ചിലപ്പോൾ വേണമെങ്കിൽ ഇസ്രായേലിൽ ഖമേനി ഒരു പക്ഷെ തീർക്കാൻ കഴിയുമായിരിക്കും. ഖമേനി തീരുകയും അവിടത്തേക്ക് ഈ പഹ്ലവി നമ്മുടെ ഷാഭരണം തിരിച്ചു വരികയും ചെയ്യും. പക്ഷെ ഷാഭരണം വന്നാലും ഷായ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഷാഭരണം എന്ന് പറഞ്ഞാൽ പഹ്ലവി തിരിച്ചു വരും എന്നാ പറയുന്നത്. പഹ്ലവി തിരിച്ചു വന്നാലും ആ രാജ്യത്തെ ഏകീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അയാൾ കുറച്ചുനാൾ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ യുഎൻഎസ് വന്നപ്പോൾ എന്തുവായിരുന്നു പുകില് ബംഗ്ലാദേശ് ഇത്രയും പ്രശ്നമില്ലാത്ത ഒരു രാജ്യമാണ്, വളരെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഇറാൻ പോലല്ല. ഇറാനിൽ പണ്ട് തൊട്ടേ പ്രക്ഷോഭങ്ങളാണ്. ഖമേനി വന്നത് തന്നെ ഒരു പ്രക്ഷോഭത്തിൽ കൂടെയാണ്, ഇസ്ലാമിക റവല്യൂഷനിൽ കൂടെയാണ് അദ്ദേഹം വരുന്നത്. നിരന്തരം പ്രക്ഷോഭമാണ്. അവർക്കതൊന്നും ഒരു പുത്തിരിയല്ല. ബംഗ്ലാദേശിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത രാജ്യമാണ്. അവിടെ ആരാ വന്നത്? നല്ല മിടുക്കനായ ഒരു മനുഷ്യനാ വന്നത്, നോബൽ പ്രൈസ് ജേതാവാണ് വന്നത്. ഇപ്പൊ എന്തായി അവസ്ഥ? നിന്ന് തിരിയാൻ സമയമുണ്ടോ? പുള്ളിക്കൊന്ന് നേരെ ഉണ്ണാനോ ഉറങ്ങാനോ പറ്റുന്നുണ്ടോ? ഇതിനേക്കാൾ കഷ്ടമാണ് ഈ പഹ്ലവിയുടെ അവസ്ഥ. പുള്ളി വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ഒരുപക്ഷെ എണ്ണയിൽ കണ്ണുണ്ടായിരിക്കാം. നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ ഈ എണ്ണ വിറ്റിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. കാരണം ഈ നമ്മൾ വെനസ്വേലയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊണ്ട് ഡോളറിൽ എണ്ണ മേടിപ്പിക്കണം. ഇപ്പൊ ഇറാനില് നമ്മളിപ്പോ എണ്ണ വാങ്ങിക്കാൻ പറ്റാത്തത് അമേരിക്കൻ സാങ്ഷൻ കിടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഒരു പാവ സർക്കാരാണ് ഇവിടെ വരികയാണെങ്കിൽ ഇറാൻ എണ്ണ വീണ്ടും ഇന്ത്യക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അമേരിക്കൻ പ്രോ സർക്കാരാണ്, നമ്മൾ ഡോളർ കൊടുത്ത് അവിടെ നിന്ന് എണ്ണ മേടിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്ത്ര സ്വാതന്ത്ര്യം പൂർണ്ണമായി പോകുമെന്നാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ വിചേട്ടാ. ഇപ്പോൾ ചൈനയും റഷ്യയുമായിട്ടുള്ള ബന്ധം ആ ഒരു നിലയിൽ മാറ്റപ്പെടും. ഇറാൻ ഇപ്പോൾ ചൈന റഷ്യ ബ്ലോക്കിൽ ഒരു ഭാഗമാണ്. പ്രോ US ഇറാൻ വന്നാൽ ആ ബ്ലോക്ക് അതിഭീകരമായിട്ട് ദുർബലമാകുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് നയപരമായിട്ടുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക പ്രാധാന്യം കുറയാം. സാങ്ഷൻ ഉള്ളതിനാലും ഇന്ത്യ ഇറാൻ സ്പെഷ്യൽ പാർട്ട്ണർ ആയതിനാലും പ്രോ US സർക്കാർ വന്നാൽ
യൂറോപ്പ്, അമേരിക്ക, ജപ്പാൻ എല്ലാവർക്കും ഇറാനിൽ പ്രത്യേക ഒരു പ്രാധാന്യം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തന്ത്രപരമായിട്ട് ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഒന്നും സംസാരിക്കാൻ പറ്റും. ബംഗ്ലാദേശിൽ നമ്മൾ എന്താ സംസാരിക്കുന്നത്? ബംഗ്ലാദേശിലെ പരമാധികാരത്തെ ചൊല്ലി നമ്മൾ എന്ത് പറയാനാണ് എന്ന രീതിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ടി.ജിയുടെ ഒരു വീഡിയോ കാണായിരുന്നു, ടി.ജി. മോഹൻദാസിന്റെ. അതിനകത്ത് പുള്ളി ഈ വെനിസ്വേലയെ ആക്രമിച്ചതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്, ശക്തിയുള്ളവൻ കയറി അടിക്കും, നമ്മളും അതുപോലെ ശക്തരാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ ആരും നമ്മുടെ അടുത്ത് വരില്ല. അത് തന്നെയാണ് ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ശക്തിയുണ്ടോ? ഒരുത്തനും നമ്മുടെ അയൽ രാജ്യത്തൊന്നും ഇപ്പൊ ട്രംപ് കാണിക്കുന്നുണ്ടല്ലേ, ഗ്രീൻലാൻഡ് ഞാൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് അവൻ അങ്ങ് കയറി പിടിച്ചെടുക്കുകയാണ്, ഒരു പാടുമില്ല. അങ്ങ് കയറി അങ്ങ് മേഞ്ഞതങ്ങ് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ശക്തിയുള്ളവൻ. അപ്പൊ നമ്മൾ ഈ തന്ത്രപ്രധാന പലരും ഈ സംഭവത്തെ പറയുന്നത്, ഇന്ത്യ ഒന്നും മിണ്ടാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, അത് എനിക്കത് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഇന്ത്യയുടെ ഒരു ഗതികേട് കൂടെ കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ശക്തിയില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത്, ആ ഒരു ഗതികേടിനെ മാധ്യമങ്ങൾ വളരെ ആലങ്കാരികമായിട്ട് പറയുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള മൗനം എന്നാണ് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേട്ടാ, എനിക്കത് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇറാന്റെ വിഷയത്തിൽ വേറെ ഏതെങ്കിലും രാജ്യം സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ധനുഷ് കണ്ടോ? റഷ്യ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ചൈന ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളെക്കാൾ കൂടുതൽ ഗുണം അവർക്ക് രണ്ടുപേർക്കും അല്ലേ? റഷ്യക്കല്ലേ? അവരുടെ ആണവ ഊർജ്ജങ്ങൾ അവരുടെ സ്റ്റാഫ് തന്നെ റഷ്യക്കാർ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ചൈനയാണ് അവരുടെ 44% എണ്ണ വാങ്ങിക്കൊണ്ടുവന്ന്. അവരുടെ അത്രയും ബന്ധങ്ങൾ നമുക്കില്ല, വ്യാപാര ബന്ധങ്ങളില്ല. അപ്പൊ ഈ വമ്പന്മാരൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അവരിതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പുട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? എല്ലാത്തിനും ലോകത്ത് എവിടെയെങ്കിലും ഒരു കാക്കയെത്താൻ മോദി സംസാരിക്കണമെന്ന് പറയുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല. കാരണം അവർക്ക് പ്രിയപ്പെട്ട രാജ്യമാണ് റഷ്യക്കും ചൈനയ്ക്കും. എന്നിട്ട് എന്താ മിണ്ടാത്തതെന്ന്? ഇവിടുത്തെ ഒരു പ്രധാന വിഷയം നമ്മൾ പറയാം. ഇതിനകത്ത് അമേരിക്ക വലുതായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. കാരണം ഈ പോകുന്ന പോക്കിൽ ഖമേനി പണി ഒപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണക്കാണ്, ഈ ഹോർമിസ് കടലിടുക്കിൽ ഉള്ള മൈനുകള് ഇല്ലെങ്കിൽ അവിടെ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ, ആ കടലിടുക്കിലും തുറമുഖങ്ങൾക്കും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആരും ഒരു എണ്ണയും കൊണ്ടുപോയില്ല. അത് ഇന്ത്യ മാത്രമല്ല, ഹോർമിസ് കടലിടുക്കിൽ കൂടെയാണ് ഈ 60% മുകളിലും ഈ എണ്ണ വ്യാപാരം നടക്കുന്നത് ലോകത്തിന്റെ. അപ്പൊ അവിടെ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ മറ്റിടങ്ങളിൽ, അതായത് കുളവാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ആര് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇവര് കോലാഹലം ഉണ്ടാക്കി അമേരിക്ക പല രാജ്യങ്ങളിലും കയറി അതിക്രമം കാണിച്ചിട്ടില്ലേ? ഇന്നെന്താണ് ആ രാജ്യങ്ങളിൽ? ഇന്ന് രാവിലെ കേട്ട വാർത്ത, സിറിയയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ISIS കേന്ദ്രങ്ങളിൽ. സിറിയയിൽ അവരുടെ സ്വന്തം സർക്കാരിനെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം സ്വന്തം ഭരണാധികാരിയാണ് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായി വാഴിച്ചിരിക്കുന്നത് സിറിയയിൽ. എന്നിട്ട് അവിടുത്തെ അവസ്ഥ ഇതാണ്. അപ്പൊ ഇതിപ്പോ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജനുവരി 20 പുള്ളിയുടെ 1ാം വാർഷികമാണ്. 1ാം വാർഷികത്തിന് മുമ്പ് 2 ബോംബർ വിമാനങ്ങൾ അങ്ങോട്ട് പറത്തും. ഏതെങ്കിലും കാലിയായി കിടക്കുന്ന ഗോഡൌണിലോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഖമേനിയെ തന്നെ കൊല്ലുമായിരിക്കും. അതായിരിക്കും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു അറ്റാക്ക് നടത്തുകയും ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ഈ ഷാ ഭരണകൂടം എന്ന് പറയുന്ന ഈ പഹലവിയെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ ആ കൊണ്ടുവരുന്നതും അധികം നാൾ നിലനിൽക്കത്തില്ല. പക്ഷെ ഇത് ഇറാനിലേക്ക് കയറി ഒരു മാസ് അറ്റാക്ക് ആണ് അമേരിക്ക നടത്തുന്നതെങ്കിൽ അവർക്ക് അത് കുറച്ച് ദുഷ്കരമായിരിക്കും. അവർക്ക് എളുപ്പത്തിൽ ജയിച്ചു പോകാൻ കഴിയില്ല. കാരണത്തിൽ ഇതിന്റെ ഒരു സൈഡ് കിടക്കുന്നത് റഷ്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളുടെ തുറന്ന പിന്തുണ തന്നെ ഇറാന് ലഭിക്കാനുള്ള സാധ്യത. അത് ഖമേനിയെ കണ്ടുകൊണ്ട് കിട്ടുന്നതല്ല, അവരുടെ ഒരു പ്രധാന തട്ടകത്തിൽ നിന്ന് അവർ ഔട്ടാകുകയാണ് ചെയ്യുന്നത്. ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് നയതന്ത്രപരമായിട്ടല്ല, ഒരു സ്പേസ് ആണ് പോകുന്നത്. ആ സ്പേസിലേക്ക് അമേരിക്ക വരാൻ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2 രാജ്യങ്ങളും സമ്മതിക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, കരയുദ്ധമൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല, പകരം വ്യോമാക്രമണത്തെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ആകെ സംഭവിക്കാൻ ഒരു ചാൻസ് ഉള്ള ഒരു സാധനം, ഖമേനിയെ ഒരുപക്ഷെ ഇല്ലാതാക്കാനായിട്ട് ഇസ്രായേൽ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാനുള്ള സാധ്യതകൾ മാത്രമേ ഇത് കാണുന്നുള്ളൂ. അല്ലാതെ അമേരിക്ക ഇറാൻ ഇങ്ങോട്ട് പിടിച്ചെടുത്ത് എണ്ണക്കച്ചവടം തുടങ്ങി മുമ്പോട്ട് പോകാമെന്നുള്ളത് അത് സാധാരണ ലോജിക്കിൽ നമ്മൾ ആലോചിച്ചാൽ പോലും നടക്കുന്ന ഒരു കാര്യമേ അല്ലത്. അവിടെ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമേ അല്ല സാധനം. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഈ ഇന്ത്യയുടെ വിഷയങ്ങളിൽ പലരും നിലപാടുകൾ പറയാറുണ്ട്. അന്നും ഇന്ത്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, ആരും ഇതിൽ ഇടപെടണ്ട എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചും നമ്മൾ അങ്ങനെ തന്നെ വേണമല്ലോ. അതാണ് നമ്മുടെ ഒരു ലോജിക്ക്. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ എന്റെ വിഷയത്തിൽ പലരും കയറി അഭിപ്രായം പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഡയലോഗ് എന്താ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ ധനുഷ് ഇപ്പോൾ അഭിപ്രായം പറയണമെന്ന് പറയും. അപ്പൊ ധനുഷിന്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയാണോ? അപ്പൊ ധനുഷ് എപ്പോഴും എന്നോട് ഈ കാര്യം തന്നെ ചോദിക്കില്ലേ? സ്വാഭാവികമായിട്ട്. അത് മാത്രമല്ല,
മാത്രവുമല്ല, ഇന്ത്യ ഇവിടെ എടുക്കുന്ന മറ്റൊരു സ്റ്റാൻഡ് കൂടെ ഉണ്ട്. അത് ക്ലിയർ ആണ്. കാരണം ഖമേനിയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയില്ല. റഷ്യക്കോ ചൈനയ്ക്കോ അത് ഇതുവരെ പറ്റിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഖമേനിയുടെ ഭരണം നഷ്ടപ്പെട്ട് പഹലവിയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഖമേനിയുടെ മകനെ ഇപ്പം അവരോധിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഇസ്രായേൽ അറ്റാക്ക് നടന്ന സമയമില്ലേ, ഓർമ്മയില്ല, അത് എത്ര നാളായിട്ടുണ്ടോ? 1 വർഷമായിട്ടുണ്ടോ? കുറച്ച് നാളായിട്ടുള്ളൂ. ആ ഇസ്രായേലും നന്നായിട്ടുള്ളൂ. ആ സമയത്ത് ഈ ഖമേനിയുടെ മകനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അദ്ദേഹമോ ഇനി വേറെ ആരെങ്കിലും കയറിയാലും നമുക്ക് ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പം ഈ വെനസ്വേലയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പണി എന്താണ്? നമുക്ക് നേരത്തെ തന്നെ കിട്ടിയ പണിയാണ് വെനസ്വേലയിൽ. കാരണം നമ്മുടെ ONGC പോയിട്ട് അവിടുത്തെ സർക്കാരുമായി ചേർന്നിട്ട് അവിടെ എണ്ണ പര്യവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് $1.5 ബില്യൺ കിട്ടാനുണ്ട് ഇതുവരെ. അതായത് ലാഭവിഹിതം കിട്ടണമല്ലോ, കിട്ടിയിട്ടില്ല. ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത് തന്നേക്കാം ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ട്രംപിന് അവിടെ കൈവെക്കാൻ വയ്യാത്ത അവസ്ഥ, എണ്ണയിലൊന്നും തൊട്ടുപോരാന്നാണ് പുതിയ പ്രസിഡന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ അതും കിട്ടുന്ന കാര്യം ഇതാണ്. ഈ ഇറാനിലും നമുക്ക് എന്താണ് ഇനി അടുത്തവൻ വന്നാലെങ്കിലും നമ്മളവിടെ ഇറക്കിയിരിക്കുന്ന മുതൽ ഊരിക്കൊണ്ട് പോകണ്ടേ? നമ്മളവിടെ ഇറക്കിയിരിക്കുന്നത് മുതലല്ല. നമ്മളെ സംബന്ധിച്ച് ചബാത്ത് തുറമുഖം നമ്മൾ ഇറക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് പാകിസ്ഥാൻ ടച്ച് ചെയ്യാതെ ഇന്ത്യയിലേക്ക് ചരക്കെത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന മധ്യേഷ്യയിലേക്ക് തുറക്കുന്ന ഒരു വാതിൽ കൂടിയാണ് ചബാത്ത് തുറമുഖം. നമ്മൾ ചബാത്ത് തുറമുഖത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് നോക്കിയിരിക്കുന്ന ഒരു പാവൻ രാജ്യം കൂടെ ഉണ്ട്. പാവൻ രാജ്യം എന്ന് പറയുമ്പോൾ ചിരിക്കരുത്, അഫ്ഗാനിസ്ഥാൻ. അതുങ്ങള് അഫ്ഗാനിസ്ഥാനെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഇന്ത്യ ഈ ചബാത്ത് തുറമുഖം റെഡിയായി കഴിഞ്ഞാൽ അവരുടെ അതുവഴി ചരക്കുകൾ പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. ഞങ്ങളുടെ കടലിൽ ആ ഭാഗങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ആ ചരക്ക് ഗതാഗതം, ആ വഴി പോകുന്ന കപ്പലുകളുടെ ആ സമുദ്രത്തിന്റെ ആ നികുതി ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിരിക്കുന്ന ഒരു രാജ്യം കൂടി ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അമേരിക്ക അങ്ങനെ ഒരു കൈവിട്ട് കളിക്ക് നടക്കത്തില്ല. ചിലപ്പോൾ ഈ ജനുവരി 20 പുള്ളിക്ക് കഴിഞ്ഞ വർഷത്തെ പുള്ളിയുടെ ട്രെൻഡ് 2025 ട്രെൻഡ് എന്തായിരുന്നു? സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിരുന്നു. ഇപ്പൊ സമാധാനത്തിന്റെ അല്ല, വീരശൂര പരാക്രമിയുടെ ട്രെൻഡാണ്. അപ്പോ മഡൂറോയെ പിടിച്ചത് 1, രണ്ടാമത്തെ ഇറാന്റെ മുകളിൽ 2 ബോംബ് വാരിയിട്ടത് 2, ഇന്ന് രാവിലെ ISIയുടെ ആ കേന്ദ്രങ്ങളിൽ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ചെയ്യുന്ന ഇന്ന് വ്യോമാക്രമണത്തെ 2. അപ്പം ഏതായാലും ജനുവരി 20 അദ്ദേഹത്തിന് 1-ാം വാർഷികം പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന വീരശൂര പരാക്രമിയുടെ രീതിയിലായിരിക്കും. കഴിഞ്ഞ ഈ ഇടക്കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ലാഭത്തിൽ കൊണ്ടുപോകുന്ന അമേരിക്ക, അതേതാണ്ട് തീർന്നു. ഇനിയിപ്പം വീരന്റെ പരിവേഷമാണ്. 2026 നമുക്ക് ട്രംപിനെ തുടക്കം മുതലേ കാണാൻ കഴിയും. കാരണം അദ്ദേഹം ഈ നോബൽ പ്രൈസിനുള്ള മോഹമൊക്കെ ഉപേക്ഷിച്ചു. ഇനി അത് കിട്ടില്ല എന്നുള്ളതാണ് പുള്ളിക്ക് തന്നെ അറിയാം. അപ്പൊ പിന്നെ ഇനി പുള്ളിക്ക് വീരനാകുക എന്നുള്ളതാണ് വീരപരിവേഷം. ഇത് ഇത്ര ചെയ്യാൻ സാധ്യതയുള്ളൂ. ബോംബിങ് നടക്കുമായിരിക്കും. അത് ഒരു വലിയ കാര്യമാത്ര പ്രസക്തമായ ബോംബിങ്ങും ആകണമെന്ന് തോന്നുന്നില്ല. കാരണം അവർ മുമ്പും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ മറവിൽ ചിലപ്പോൾ ഇസ്രായേൽ കയറി ഖമേനി കൊന്നെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പിന്നെ ഖമേനിയോട് ഇന്ത്യക്ക് വ്യക്തിപരമായ വിരോധം ഒന്നും തന്നെ ഇല്ല. അവിടെ പിന്നെ മതപരമായ ചട്ടക്കൂടുകൾ അങ്ങനെ കൊണ്ടുവരരുത് എന്നുള്ള ഒരു മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേയാണ് നമുക്കുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ. ഇനിയിപ്പോ അടുത്ത സർക്കാർ വന്നാലും ഇന്ത്യ അകറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നറിയാം. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്ന അതൊന്നും. ഇനി ഒരു പുതിയ സർക്കാർ വന്നാൽ ഇറാൻ ഇതുപോലെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പലതായിട്ട് അതിനുള്ളിൽ തന്നെ അന്തചിത്രങ്ങളും കലാപങ്ങളും സംഘർഷങ്ങളും നടക്കാമെങ്കിൽ അത് മറ്റൊരു സ്ഥലമായി ഒരു ബംഗ്ലാദേശിനെ പോലെയോ അല്ലെങ്കിൽ ഒരു സിറിയയെ പോലെയോ അല്ലെങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാനെ പോലെ ഒക്കെ ആയിട്ട് അത് മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇതിനകത്ത്. എന്തെങ്കിലും തരത്തിൽ അവിടെ ഒരു ഇത് നടന്നു കഴിഞ്ഞാൽ എന്ന് കരുതി നമ്മൾ ഖമേനിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. ഖമേനിക്ക് പകരം അദ്ദേഹത്തിന് പിൻഗാമി വരിക, ഇല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ പെഷസ്കിയാനൊക്കെ ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്, മറ്റു രാഷ്ട്രീയക്കാരുമൊക്കെ ആയിട്ട് അത്തരത്തിലൊരു വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പെഷസ്കിയാൻ ഒരു മുഖമാണെങ്കിൽ പോലും ഇന്ത്യയുമായി നല്ലൊരു ബന്ധമായിരിക്കാം. കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല ഒരു നയതന്ത്ര വിദഗ്ധൻ കൂടിയാണ് പെഷസ്കിയാനായിട്ട് ഉള്ളത്. അദ്ദേഹമായിരിക്കും. ഈ പഹലവിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇത് ഛിന്ന ഭിന്നമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരിയാണ്, ആ രാജ്യത്ത് ഇപ്പൊ പ്രക്ഷോഭം നടത്തുന്നവരെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ ന്യായമാണ്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, മതനിയമങ്ങൾ, ഇതെല്ലാം ന്യായം തന്നെയാണ്. അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കാത്തൊരു ഭരണകൂടം വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 72 മണിക്കൂർ നിർണായകമാണ്. ഒരു ചെറിയ ബോംബിംഗ് ഒക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് ആകെ അറിയാനുള്ളൊരു കാര്യം ഖമേനി പോകുമോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ ഇറാൻ തകരുമെന്നോ ഇറാൻ അമേരിക്ക നാളെ പിടിച്ചെടുക്കുമെന്നോ അവിടെ ട്രംപ് ഇരുന്ന് എണ്ണക്കച്ചവടം ചെയ്യുമെന്നൊന്നും കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല.